നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദിസ് ഈസ് നോട്ട് നോർമൽ. മറ്റൊന്നും പറയാനില്ലെന്നേ. ലയണൽ മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് മറ്റെന്ത് പറയാനാണ്? വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് 10-14 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഇന്റർ മയാമിയിൽ ജോയിൻ ചെയ്തത് രണ്ടാമത്തെ കളിയാണ്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി. ഈ മനുഷ്യന് എവിടെ നിന്നാണ് ഇതിനും മാത്രം മോട്ടിവേഷൻ ലഭിക്കുന്നത്? എല്ലാം നേടിക്കഴിഞ്ഞതല്ലേ, പിന്നൊരു ഫൈനൽ കളിച്ച് തോറ്റ് നിരാശ പൂണ്ടിരിക്കുകയല്ല. വീണ്ടും ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് എൻജോയ് ചെയ്തു പോകുന്നു. ലീഗ്സ് കപ്പിൽ സുവാരസ് ഇല്ല, 4 കളിയിൽ 7 ഗോൾ അടിച്ചപ്പോൾ മിന്നിക്കത്തി നിൽക്കുന്ന സുവാരസ് ഇല്ല, ബെർത്രേമില്ല. അപ്പോൾ സ്വയം അങ്ങ് സ്റ്റെപ്പിൻ ചെയ്യുന്നു. ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു യഥാർത്ഥ ക്യാപ്റ്റൻ. 4-2 ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് ലീഗ് കപ്പിൽ വിജയത്തുടക്കമിടുന്ന ഇന്റർ മയാമിയാണ് നമ്മൾ കാണുന്നത്. ദിസ് ഈസ് നോട്ട് നോർമൽ എന്ന് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഇരട്ട ഗോളുകളോടുകൂടി 921 ഗോളുകളും 419 അസിസ്റ്റുകളുമായി കഴിഞ്ഞു. വെറും 1166 കളികൾ. വെറും എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്ന് നോക്കണം നിങ്ങൾ. 1300-ലധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നത് 1166 ഗെയിമുകളിൽ നിന്നാണ്. വാവ്, ദിസ് ഈസ് നോട്ട് നോർമൽ എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കാൻ പറ്റുക? ഇനി ഈ കളിയിലെ മാത്രം പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും 10-ൽ 10 10-ൽ 10 മാർക്കും കൊടുക്കും. എന്താണെന്നറിയോ? ഈ കളിയിൽ 90 മിനിറ്റ് കളിച്ച താരം 2 ഗോളും 1 അസിസ്റ്റും, 3 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്ക്, 1 വുഡ് വർക്ക് ആയിപ്പോയി, അതായത് ഓഫ് ദി പോസ്റ്റ് ആയിപ്പോയി, 2 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ 1 സക്സസ്ഫുള്ളായി, 31 പാസുകൾ കൂടുതൽ, 28 ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ 90% പാസിംഗ് ആക്യുറസി, 47 ടച്ചുകൾ. sofascore.com കൊടുത്ത് 10-ൽ 10 റേറ്റിംഗ്. ദിസ് ഈസ് നോട്ട് നോർമൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.